പ്രതിപക്ഷത്തിന് കേരളത്തെ മോദി സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്നത് സർവകക്ഷി യോഗം ചേരാത്തതുകൊണ്ട്, സഭയിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇതുവരെ, കോൺഗ്രസിന് ഞാൻ അങ്ങനെ പറയും, കുഞ്ഞാലിക്കുട്ടി വ്യത്യസ്തമായി പറഞ്ഞിട്ടുമുണ്ട്, കോൺഗ്രസിന് നാളിതുവരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ രാത്രി ചർച്ചയിൽ നിജേഷ് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക അതാണ് ആണോ? ഒന്നുകൂടി ലളിതമായി പറയാം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം നവകേരള സദസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു കേന്ദ്ര അവഗണനയ്ക്കെതിരെ നവകേരള സദസ്സ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ആകെ ഇപ്പൊ ഇത് അടുത്ത ദിവസം ഏതോ ഒരു യുവജന സംഘടന ശരത്തിനോട് ഞാൻ ചോദിക്കുന്നത്, നവകേരള സദസ് അല്ല, നവകേരള സദസ്സിന്റെ ഒരു ബോർഡിൽ, ഒരു പ്രചരണത്തിൽ, ഒരു പരസ്യത്തിൽ, ടെലിവിഷൻ ചാനൽ കൈരളി ചാനലിലെ പരസ്യത്തിനകത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഒരിടത്തും പറയാതെ ഇതിന്റെ അവസാന ഘട്ടത്തിൽ കുടുങ്ങുന്ന സമയത്ത് ഒരു സ്ലോഗന മുന്നോട്ട് വെക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശരത്തും ചെയ്യുന്നത് എങ്കിൽ അതിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല. സാമ്പത്തിക ഞെരുക്കമുണ്ട് എങ്കിൽ നമ്മൾക്ക് പറയാം, മുണ്ട് മുറുക്കി എടുക്കാം. ഇന്ന് ഈ ദിവസം പകുതി പേഴ്സണൽ സ്റ്റാഫിന് പൈസ അധികം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ശരത്ത് ഇത് പറയുന്നത് എന്ന് മറക്കരുത്. ഓക്കെ, അത് അദ്ദേഹം പറയട്ടെ. റൈറ്റ്, ഞാൻ വരാം താങ്കളിലേക്ക്. എന്നെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് രണ്ട് വാചകം അതേക്കുറിച്ച് പറഞ്ഞ ശേഷം ഞാൻ അഡ്വക്കേറ്റ് അരുണിലേക്ക് വരാം. ഞാൻ ഈ 140 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാനായി പോയ മാധ്യമപ്രവർത്തകനാണ്. മഞ്ചേശ്വരത്ത് തുടങ്ങി ഇന്ന് കുന്നത്തനാട് അവസാനം ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ സ്റ്റുഡിയോയിലല്ല. 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് കേരളം നേരിടുന്ന സാമ്പത്തികമായ ഗുരുതരമായ പ്രശ്നം കേന്ദ്രത്താൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ്. ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, നവകേരള സദസ്സ് ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പ്രചാരണവും കടന്ന് പരിപാടി മുന്നോട്ട് പോകുമ്പോൾ പരിപാടിയെ കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉത്തരവാദിത്വത്തോടെ മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണ് നിജേഷ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഗൗരവമായി പറയുന്നുണ്ടായിരുന്നു. അതാത് ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യം വരുന്നു. താങ്കൾ ഈ പറഞ്ഞ പോലെ പ്രതിഷേധം, തല്ല്, മറിച്ചതൊക്കെ വന്നിരുന്നു. പക്ഷേ അതോടൊപ്പം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഓരോ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിൽ പോയതാണ് നവകേരള സദസ്സ്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നതിൽ, അതുപോലെ ധനകാര്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നതിൽ, ഈ മന്ത്രിമാരെല്ലാം സംസാരിക്കുന്നത് വളരെ കൃത്യമായ ധാരണയോടെ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ് പോയത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്രത്താൽ കേരളം നേരിടുന്ന ഇക്കാലത്തെ ദുരിതങ്ങൾ തന്നെയായിരുന്നു. ഞാനത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആധികാരികമായി പറയുന്നു. ബാക്കി രാഷ്ട്രീയമായി പറയുന്നത് ഒക്കെ ഇടതുമുന്നണിയാണ്, അല്ലെങ്കിൽ CPIM പ്രതിനിധിയാണ്.